ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് നമ്മൾ അന്ന് പഠിച്ചതിൻ്റെ ബാക്കി പോർഷൻസാണ്. അപ്പോൾ അന്നത്തെ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് എല്ലാവരും കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാർമസിയാണ്. Pharmacy is defined as the branch of science that deals with the preparation, preservation, standardization, compounding, dispensing and proper utilization of drugs. ഫാർമസി എന്ന് പറയുന്നത് മരുന്നുകൾ തയ്യാറാക്കൽ, സൂക്ഷിക്കൽ, ഗുണനിലവാരം ഉറപ്പാക്കൽ, മിശ്രണം ചെയ്യൽ, വിതരണം ചെയ്യൽ, ശരിയായി ഉപയോഗപ്പെടുത്തൽ എന്നിവ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. ഈ ഫാർമസീനെ ചെറുതായിട്ട് നമ്മൾ ഇതായി പറയുകയാണ്. ഫാർമസി ഈസ് എ ഫീൽഡ് ഓഫ് സയൻസ് ദാറ്റ് ഫോക്കസസ് ഓൺ മേക്കിംഗ് മെഡിസിൻ, സ്റ്റോറിംഗ് ദം സേഫ്ലി, എൻഷുറിംഗ് ദർ ക്വാളിറ്റി, മിക്സിംഗ് ഇൻഗ്രീഡിയൻറ്റ്സ് കറക്റ്റ്ലി, ഗിവിംഗ് മെഡിസിൻസ് ടു പേഷ്യൻസ് ആൻഡ് മേക്ക് ഷുവർ ദേ ആർ യൂസ്ഡ് പ്രോപ്പർലി. ഇതാണ് ഫാർമസി എന്ന് പറയുന്നത്. പിന്നെ പേഴ്സൺസ് ഹൂ ഹാവ് കംപ്ലീറ്റഡ് സ്റ്റഡീസ് ഇൻ ഫാർമസി ആർ കോൾഡ് ഫാർമസിസ്റ്റ്. ഇപ്പോൾ ഈ ഫാർമസി പഠനം പൂർത്തിയാക്കിയവരെ ഫാർമസിസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. The services provided by pharmacists include preparing and directing the preparation of medicines according to prescription by a medical practitioner or establishing formulae, checking that recommended dosages of prescriptions are not exceeded, checking that the instructions are understood by patients or persons administrating the medicines, etc. ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്നുകൾ തയ്യാറാക്കുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നവരാണ് ഫാർമസിസ്റ്റ്. അല്ലെങ്കിൽ മരുന്നുകളുടെ ശരിയായ ഘടന നിർണ്ണയിക്കുന്നതിനുള്ള പങ്കും ഫാർമസിസ്റ്റ് വഹിക്കുന്നുണ്ട്. ഫാർമസി നിർദ്ദേശിച്ച ഡോസിന് മുകളിൽ മരുന്ന് ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതും ഇവരാണ്. രോഗികൾക്ക് മരുന്ന് നൽകുന്നവർക്കും നിർദ്ദേശങ്ങൾ ശരിയായി മനസ്സിലായോ എന്ന് പരിശോധിക്കുന്നതും ഫാർമസിസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡോക്ടർ എഴുതി തന്ന മരുന്നാണെങ്കിൽ അവർ നല്ല കറക്റ്റ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുകയും ചെയ്യും എന്താണ് മരുന്നെന്നും അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഫാർമക്കോളജി. അപ്പോൾ ഫാർമക്കോളജി ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ലിവിങ് സിസ്റ്റംസ്. ഫാർമക്കോളജി എന്നത് മരുന്നുകൾ ജീവികളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം പഠിക്കുന്ന ശാസ്ത്രമാണ്. It is the study of the interaction that occur between a living organism and drugs. ഇതെന്ന് പറഞ്ഞാൽ ജീവികളും മരുന്നും തമ്മിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരിതാണ്. The field includes drug composition and properties, synthesis and drug design, molecular and cellular mechanisms, organ systems mechanisms, signal transduction, cellular communication, molecular diagnosis, interactions, toxicology, chemical biology, therapy and medical applications, that antipathogenic capabilities as well as toxicology. ഈ ഒരു പാരഗ്രാഫ് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. It studies what drugs are made of and the characteristics. It involves creating and designing new medicines. It examines how drugs act at the level of molecules. It studies how drugs affect organs and systems. It looks at how drugs influence commercial inside cells. It includes studying drug detection, how interact with each other and they're harmful. It covers how drugs are used in treatment medicine. It studies how drugs fight infections and diseases. It also focuses on harmful effects and drugs. ഇതിന് മലയാളത്തിൽ പറയുമ്പം നമുക്ക് കുറച്ചും കൂടി ഇതായിട്ടാണ് മനസ്സിലാവുക. പക്ഷേ ഇതിൽ മലയാളത്തിൽ നോക്കുന്നതിനേക്കാളും നല്ലത് ഇംഗ്ലീഷിൽ ഈ ഒരു പോയിൻറ്റ്സ് ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. മെയിനായിട്ടും മരുന്നുകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഫാർമക്കോഫോർ. A pharmacophore is the structural feature molecule that is responsible for its biological activity. ഇതെന്ന് പറയുന്നത് ഒരു മരുന്നിൻ്റെ പ്രവർത്തനത്തിന് കാരണമാകുന്ന അതിൻ്റെ പ്രത്യേക ഘടനയാണ് ഫാർമക്കോഫോർ എന്ന് പറയുന്നത്. ഫാർമക്കോഫോർസ് ആർ യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ഡ്രഗ്സ്. പുതിയ മരുന്നുകൾ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമക്കോഫോർ വളരെയധികം സഹായിക്കുന്നുണ്ട്. It is the arrangement of atoms or groups of atoms in a molecule that can interact with the biological agent, ligand. Pharmacore examples include the B-lactam brickin penicillium, antibacterial, 3,5-dehydroxyheptanoic acid in statins, cholesterol lowering. ഫാർമക്കോഫോറിൻ്റെ ഉദാഹരണങ്ങളിൽ പെനിസിലിനിലെ ബി-ലാക്ടറിൻ,
ബാക്ടീരിയയെ കൊല്ലുന്നൊരിതാണ്. സ്റ്റാറ്റിൻ മരുന്നുകളിലെ 3,5-ഡീഹൈഡ്രോക്സി ഹെപ്റ്റോനിക് ആസിഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന എന്നിവ ഉൾപ്പെടുന്നു. ആൻഡ് സ്പെസിഫിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫീച്ചേഴ്സ്, ഹൈഡ്രജൻ donors or acceptors, aromatic rings, positive or negative ions in drug classes like ACE inhibitors, antihistamines and opioids, showing shared spatial patterns crucial for binding to biological targets and causing effects. കൂടാതെ ഹൈഡ്രജൻ ബോണ്ട് നൽകുന്ന ഓർ സ്വീകരിക്കുന്ന ഘടകങ്ങൾ, ആരോമാറ്റിക് റിംഗ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഉള്ള ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രത്യേക ക്രമീകരണവും ഫാർമക്കോഫോറിൽ പെടുന്നതാണ്. ഇൻഹിബിറ്റേഴ്സ്, ആൻറ്റിഹിസ്റ്റാമിൻസ്, ഒപ്പിയോയിഡ്സ് പോലുള്ള മരുന്നുകളുടെ വിഭാഗങ്ങളിൽ ഈ ഘടനകൾ കാണാം. ഈ ഘടകങ്ങൾ ഒരേ തരത്തിലുള്ള സ്പേഷ്യൽ ക്രമത്തിൽ ഉണ്ടാകുന്നതിനാൽ അവ ബയോളജിക്കൽ ടാർഗറ്റുകളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. A pharmacophore is an abstract description of molecular features that are necessary for molecular recognition of a ligand by a biological macromolecule. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. The IUPAC defines a pharmacophore to be an ensemble of steric and electronic features that is necessary to ensure the optimal supramolecular interactions with a specific biological target and to trigger or block its biological response. ഇത് നമ്മൾ ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ, എക്സാമിന് അങ്ങനെ എഴുതണമെന്നില്ല. A pharmacophore model explains how structurally diverse ligands can bind to a common receptor site. Furthermore, pharmacophore models can be utilized to identify novel ligands that will bind to the same receptor using virtual screening. Pharmacognosy is the study of medicinal drugs derived from plants or other natural sources. Pharmacognosy എന്നത് സസ്യങ്ങളിലോ മറ്റ് പ്രകൃതിദത്ത ഉറവിടങ്ങളിലോ നിന്നുള്ള ഔഷധങ്ങളുടെ പഠനമാണ്. The American Society of Pharmacognosy defines pharmacognosy as the study of the physical, chemical, biochemical and biological properties of drugs, potential drugs or drug substances of natural origin, as well as the search for new drugs from natural sources. It is also defined as the study of crude drugs. ഇത് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഫാർമക്കോഗ്നസി പ്രകാരം ഫാർമക്കോഗ്നസി മരുന്നുകളുടെ ഭൗതിക, ഫിസിക്കൽ, രാസ, കെമിക്കൽ, ജൈവരാസ, ബയോകെമിക്കൽ, ബയോളജിക്കൽ ഗുണങ്ങൾ പഠിക്കുന്ന ശാസ്ത്രമാണ്. പിന്നെ പ്രകൃതിയിൽ നിന്നുള്ള മരുന്നുകളോ ഭാവിയിൽ മരുന്നാകാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളോ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പ്രകൃതിയിൽ നിന്ന് പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. ഇത് ക്രൂഡ് ഡ്രഗ്സ്, പ്രാഥമികമായ പ്രോസസ്സ് ചെയ്യാത്ത ഔഷധങ്ങൾ പഠിക്കുന്ന ശാസ്ത്രമായും നിർവചിക്കുന്നു. Although most pharmacognostic studies focus on plants and medicines derived from plants. സാധാരണയായി ഫാർമക്കോഗ്നസി പഠനം സസ്യങ്ങളെയും സസ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകളെയും കേന്ദ്രീകരിച്ചാണ്. Other types of organisms are also regarded as pharmacologically interesting. പക്ഷേ മറ്റ് ജീവികളെയും ഇതിൽ പ്രാധാന്യമുള്ളവയായി കണക്കാക്കുന്നു. In particular, various type of microbes, bacteria, fungi, etc. and recently various marine organisms. അടുത്തിടെ പ്രത്യേകിച്ച് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള ജീവികളും സസ്യജീവികളിലും പഠന വിഷയമായി മാറിയിട്ടുണ്ട്. Pharmacogony is the scientific study of drugs derived from natural sources like plants, animals, microbes and minerals. Pharmacognosy സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ, ഖനിജങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള മരുന്നുകളുടെ ശാസ്ത്രീയ പഠനമാണ്. Focusing on their physical, chemical or biological properties, history, cultivation and potential for new medicines, bridging traditional herbal knowledge with modern drug discovery. അവയുടെ ഭൗതിക, രാസ, ജൈവ ഗുണങ്ങൾ, ചരിത്രം, വളർത്തൽ, പുതിയ മരുന്നുകൾ കണ്ടെത്താനുള്ള സാധ്യത എന്നിവയെക്കുറിച്ചും ഇത് പഠിക്കുന്നു. പരമ്പരാഗത ഔഷധജ്ഞാനവും ആധുനിക മരുന്ന് വികസനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശാസ്ത്രം ഇതാണ് ഫാർമക്കോഗ്നസി. ഇറ്റ് ഇൻവോൾവ്സ് ഐസൊലേറ്റിംഗ് ആക്റ്റീവ് കോമ്പൗണ്ട്സ്, phytochemicals from nature to understand, develop and quality control medicines. പ്രകൃതിയിൽ നിന്ന് പ്രവർത്തനക്ഷമമായ ഘടകങ്ങൾ, ഫൈറ്റോകെമിക്കൽസ് വേർതിരിച്ചെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നതാണ്.
അവ മനസ്സിലാക്കാനും വികസിപ്പിക്കാനും ഗുണനിലവാരം ഉറപ്പാക്കാനും സഹായിക്കുന്നു. വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് കറൻറ്റ് പ്രിസ്ക്രിപ്ഷൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദോസ് നാച്ചുറൽ ഒറിജിൻസ്. ഇന്നത്തെ പല മരുന്നുകളും ഈ പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത പാർട്ട് വേഗം തന്നെ ഇടാം. നോട്ട്സ് ഇതിനെ നോക്കി പഠിച്ചാൽ മതി, വേറെ നോക്കണ്ട. ഇതങ്ങ് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി.